യെശയ്യാ പ്രവാചകൻ BC 586 എഴുതി വെച്ചു, അവനെ തകർത്തു കളഞ്ഞിട്ട് ഒരു സന്തതി അവൻ എഴുന്നേൽപ്പിച്ചുണ്ട്. ക്രൂശിൽ ക്രിസ്തു തകരുമ്പോൾ ഒരു പുതിയ തലമുറ, അടുത്തൊരു തലമുറ എഴുന്നേൽക്കുക. അതിനകത്ത് ക്രൂശിന്റെ ചുവട്ടിൽ പിടിച്ച കറുത്ത മുതലിയുള്ള ശീമോനുമുണ്ട്. അതിനകത്ത് 46 കിലോ പെർഫ്യൂം കൊണ്ടുവന്ന വെളുത്ത തൊലിയുള്ള നിക്കോദിമോസുമുണ്ട്. എന്നാൽ ക്രൂശിൽ നിന്ന് ശവമിറക്കിയ അരിമത്യക്കാരൻ ജോസഫ് എന്ന് പറയുന്ന ബ്യൂറോക്രസി അതിനകത്തുണ്ട്. ഒരു ദൂത് പറയട്ടെ, കൃപയുള്ളവർ ആരാധിച്ചോ. ഇന്ന് രാത്രി തമ്പുരാൻ ക്രൂശ് ചുമക്കുമ്പോൾ കൂടെ കിടന്ന കള്ളനെ ഒരു തലമുറയാക്കി, ചെവിട്ടി പിടിച്ച ശീമോനെ രണ്ടാമത്തെ തലമുറ, അവൻ ശവഞ്ഞമെന്ന അരിമത്തെ ജോസഫ് മൂന്നാമത്തെ തലമുറ, അവൻ സുഗന്ധം പൂശ നിക്കോദിമോസ് അടുത്ത തലമുറ. കൃപയുള്ളവർ ആരാധിച്ചോ. ഇതിനകത്തു നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്തു നിന്ന് അത്ഭുതം ചെയ്തവർ എഴുന്നേൽക്കട്ടെ, ദബോരമാർ എഴുന്നേൽക്കട്ടെ, ഹന്നാമാർ എഴുന്നേൽക്കട്ടെ, എസ്തേർമാർ എഴുന്നേൽക്കട്ടെ. ആരാധിച്ചോ ഇന്ന് രാത്രി, ആരാധിച്ചോ. ഇതിനകത്ത് ഇത്രയും പേര് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാൽ തിരുവനന്തപുരത്തിന്റെ അമിക്കയറുകൾ ഇന്ന് രാത്രി കത്തിച്ചാമ്പലാകും. എല്ലാ മന്ത്രവാദങ്ങളും, എല്ലാ ആവിചാരങ്ങളും, എല്ലാ അന്യാരാധന ശകലുകളും തകരട്ടെ ഇന്ന് രാത്രി.